ഒരു രാഷ്ട്രീയക്കാരനാണ് കെ.സി. വേണുഗോപാൽ, ഉറപ്പായും. പക്ഷേ കഴിഞ്ഞ ഏതോ ഒരു ദിവസം അദ്ദേഹം ഒരു വേദിയിൽ പറഞ്ഞ ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ ക്ലിപ്പൊന്ന് കേൾക്കാം. എല്ലാവരും കേരളം വിട്ടുപോയാൽ കേരളത്തിൽ പിന്നെ ബാക്കി ആരാ ഉണ്ടാവുക? സർക്കാരിന്റെ നേട്ടങ്ങളുടെ പട്ടികയിലെ SSLC പരീക്ഷയിൽ 100% വിജയം കിട്ടി. അതുപോലെ +2 പരീക്ഷയിൽ 100% വിജയം കിട്ടി. വിജയിക്കുന്നവരോടൊക്കെ നമുക്ക് സന്തോഷം. പക്ഷെ SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും വിജയിച്ച് കയറിയ കുട്ടികൾ ജീവിതത്തിൽ എത്ര വിജയിക്കുന്നുണ്ടെന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ഈ സർക്കാരിന് വല്ല താല്പര്യം ഉണ്ടായിരുന്നു? അവരിൽ എത്ര പേർ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നുണ്ട്? അവരെ ജീവിതത്തിൽ വിജയിപ്പിക്കാൻ പിന്നീട് കൊടുക്കേണ്ട സപ്പോർട്ട് എന്തൊക്കെയാണ് എന്നിവർ നോക്കിയിട്ടുണ്ടോ? അവിടെയാണ് ലോങ് സൈറ്റഡ് ഗവൺമെന്റ് ഉണ്ടാകേണ്ടത്. ഈ പാസ്സാവുന്നവരെ ഘട്ടം ഘട്ടമായി അവർക്ക് അഭിരുചിയുള്ള മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ, വെറും വിദ്യാഭ്യാസം മാത്രമല്ല, അവിടെ ടെക്നോളജി ലിങ്ക് ചെയ്യുന്ന, സ്കില്ല് ലിങ്ക് ചെയ്യുന്ന എഡ്യൂക്കേഷനാക്കി മാറ്റാൻ അതിനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇന്നില്ല, അതുണ്ടാകും. അത് ഉണ്ടാകുന്നതിലേക്ക് നമ്മൾ പോയേ പറ്റൂ എന്നുള്ള ചിന്താഗതിയാണ് നമുക്കുണ്ടാകുന്നത്. നമ്മുടെ കുട്ടികളെ മോഡേൺ ആയിട്ടുള്ള എല്ലാ ന്യൂ ജനറേഷൻ കോഴ്സുകളും പഠിപ്പിച്ച് അവർക്ക് പഠിക്കുമ്പോൾ തന്നെ സ്വന്തം കാലിൽ നിൽക്കത്തക്കവണ്ണമുള്ള സാഹചര്യം ഉണ്ടാക്കി പഠിച്ചിറങ്ങിയാൽ അത്യാകർഷമായ ജോലി ഉണ്ടാക്കി കൊടുക്കും. കെ.സി. വേണുഗോപാൽ പറഞ്ഞതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകൾ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഈ കിൻഡർ ഗാർഡൻ സ്കൂളുകൾ പോലെ, ചെറിയ ക്ലാസ്സിലെ സ്കൂളുകൾ പോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, ഇന്നത്തെ അംഗൻവാടികൾ, ബാലവാടികൾ എന്നൊക്കെ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നത് പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ പണ്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് അതുപോലെ ഒരുപാട് ജീവിതത്തിൽ ഡിമെൻഷ്യ ബാധിച്ച, തളർച്ച ബാധിച്ച, മറ്റ് ചില പരിമിതികൾ ബാധിച്ച, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ ബാലാരിഷ്ടതകൾ പിടികൂടിയ ഒരുപാട് മനുഷ്യരെ പരിചരിക്കുന്നു എന്ന പേരിലുള്ള 100 കണക്കിന് കേന്ദ്രങ്ങൾ. ഞാൻ പറയുന്നത് അഗതി അനാഥ മന്ദിരങ്ങളല്ല, പെയ്ഡ് സർവീസുകളോടെ മാസം 25,000, 30,000, 40,000, 50,000, 60,000 രൂപയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഈ കേരളത്തിലുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വളരെ കുറഞ്ഞ ഒറ്റപ്പെട്ട ചിലതൊക്കെ വളരെ കൃത്യമായി അതിൻ്റെ സ്റ്റാൻഡേർഡ്സുകൾ സൂക്ഷിച്ച് അതെല്ലാം പാലിച്ച് നടത്തുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതൊരു തരം ഉപേക്ഷിക്കപ്പെട്ട, നിലവിളികൾ ഉയരുന്ന, വേണ്ടത്ര പരിചരിക്കാനോ നോക്കാനോ ആളുകളില്ലാത്ത, മെഡിക്കൽ കെയറുകളോ മറ്റോ കിട്ടാത്ത ഒരുപാട് കേന്ദ്രങ്ങളായി അങ്ങനെ തുടരുകയാണ്. ഇത് പരിശോധിക്കാൻ, ഇതിന് ലൈസൻസ് കൊടുക്കാൻ, ഇതിൻ്റെ സംവിധാനങ്ങൾ ചെയ്യാനൊന്നും ഒരു സംവിധാനവും നിലവിലില്ലാത്ത വിധമാണത് പോയിക്കൊണ്ടിരിക്കുന്നത്. പേര് പറയുമ്പോൾ ഒരു അശരണ കേന്ദ്രം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നതല്ലാതെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മക്കളോ ചെറുമക്കളോ മരുമക്കളോ ഒക്കെ അടങ്ങുന്നവരൊക്കെ വിദേശത്താണ്. ഈ ഒരു വല്യപ്പം മാത്രമാവും ഉണ്ടാവുക. കാശ് കൃത്യമായി അയച്ചു കൊടുക്കും. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാൻ കഴിയാത്ത വിധം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. അവരെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. മക്കളെ, അവർക്ക് ജീവിതം വേണ്ടേ? വേണം. അവർക്ക് തൊഴിൽ വേണം, ജീവിതം വേണം. നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരുപാട് സമവാക്യങ്ങളുണ്ടല്ലോ, ജനസംഖ്യാ നിയന്ത്രണങ്ങൾ, 1 മതി, അര മതി, 4 മതി എന്നൊക്കെ പറയുന്ന സംഗതികൾ, അതിനെയൊക്കെ പഠിപ്പിച്ച് വളരെ മെച്ചപ്പെടുത്താമെന്ന് പറയുന്ന പുതിയ കാലത്തിൻ്റെ സൂത്രവാക്യങ്ങൾ, അത് മൂത്ത് എവിടെയാണ് നമ്മുടെ രാജ്യം ചെന്ന് നിൽക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടില്ലേ? അതായത് വികലാംഗക്കോട്ടയിൽ നീറ്റ് പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ വേണ്ടി സ്വന്തം കാലിൻ്റെ പാദം മുറിച്ച് കളഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഭ്രാന്തമായ മാനസികാവസ്ഥയുടെ വിവിധ ഭാവങ്ങൾ ഇന്നൊരുപാട് മനുഷ്യരുടെ ഇടയിൽ വല്ലാണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു പരിഹാരം, അല്ലെങ്കിൽ ഇതിനുള്ള ഒരുപാട് പരിഹാരങ്ങളിൽ ഒരു പരിഹാരത്തിൻ്റെ ഒരു ശ്രമമെങ്കിലും നടത്തേണ്ട മേഖലയാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞു വെച്ച മേഖല. നമ്മൾ +2 പഠിക്കുന്നു, ജയിക്കുന്നു, അതിൻ്റെ മാർക്ക് നമ്മൾ ആഘോഷിക്കുന്നു, SSLC ജയിക്കുന്നത് നമ്മൾ ആഘോഷിക്കുന്നു. പക്ഷേ അതിനുശേഷം ഇവരെങ്ങോട്ട്? ഇവരെന്താണ് ഇവിടെ ചെയ്യാൻ കഴിയുന്നത്? ഇവർക്ക് എന്താണ് ഇവിടെ നൽകാൻ കഴിയുന്നത്? ഇവർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? എന്താണ് അതിൻ്റെ ഒരു സ്ഥിതി? കുറച്ച് നാളെങ്കിലും നാട്ടിൽ ഈ പറയുന്ന ഒരു രീതിയിൽ ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വരുമാനത്തിൻ്റെ മാത്രം വിഷയമല്ല.
വാർദ്ധക്യത്തിലെത്തി ഇതുപോലെ നിലവിളിക്കുന്ന ഒരുപാട് മനുഷ്യർക്കൊരു ഉത്തരം കൂടിയാണത്. അവസാന ശ്വാസം വരെയുള്ള ഉത്തരം. ഇപ്പോൾ ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ കേട്ടോ. നിങ്ങളെല്ലാം എത്ര തിരസ്കരിച്ചാലും 1 അരയും 3/4 കൊണ്ടൊന്നും മക്കളെ ഉണ്ടാക്കുന്നത് അവസാനിപ്പിക്കരുത്. 3 മിനിമമെങ്കിലും വേണം. 5 പറ്റുമെങ്കിൽ ഭാഗ്യവാൻ, 7 ആണെങ്കിൽ അതിസമ്പന്നൻ. അതിനുള്ള സൗകര്യവും സമയവും ഒക്കെ നല്ല പ്രായത്തിൽ കണ്ടെത്തിയതിന് ശേഷം മാത്രം മതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, ലീവ് എടുക്കാൻ വലിയ പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ അവസാനം വീണ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഉണ്ടാവില്ല ഒരാൾ പോലും, ഒറ്റ ആൾ പോലും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു ചിന്താഗതിയും ഒരാവശ്യവും കൂടി ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. താങ്ക് യു KC വേണുഗോപാൽ അത്തരമൊരു വിഷയം ഉന്നയിച്ചതിന്. പക്ഷേ അങ്ങയുടെ ഈ വാക്കുകൾ കേവലമായ ഒരു രാഷ്ട്രീയ പ്രസംഗമായി അവസാനിപ്പിക്കാതിരിക്കാൻ അങ്ങയുടെ രാഷ്ട്രീയ സ്വാധീനവും ഭരണപരമായ സ്വാധീനവും ഉപയോഗിച്ച് വലിയ ഇൻ്റർനാഷണൽ പ്ലാനിംഗ് എക്സ്പേർട്ടുകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ എന്ത് പരിഹാരമാണ് കണ്ടെത്താൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായ ഒരാലോചനയും ചർച്ചയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള നിലവിളികൾ ഉയരുന്ന സംരംഭങ്ങൾ ധാരാളം ഉണ്ടാവും. അത്തരം കാര്യങ്ങളെ മോണിറ്റർ ചെയ്യാനും ചെക്ക് ചെയ്യാനും ഒക്കെയുള്ളൊരു സംവിധാനം ആരോഗ്യവകുപ്പിലോ ബന്ധപ്പെട്ട വകുപ്പിലോ ഉണ്ടാവണം. അല്ലെങ്കിൽ നിരപരാധികളായ ജീവിതം മുഴുവൻ മക്കളെ വളർത്തിയ, കഷ്ടപ്പെട്ട, നികുതി നൽകിയ ഈ ഓരോ പൗരനും ഉയരുന്ന നിലവിളി, അതിൻ്റെ ശാപം, അതിൻ്റെ പ്രാർത്ഥന, അതൊരു കണ്ണീർ മഴയായി ശാപമായി പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കും.